BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സർക്കാർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എല്ലാ ആശുപത്രികളിലെയും ജീവനക്കാരുടെ ഇടപെടൽ രോഗി സൗഹൃദമാക്കാൻ ആരോഗ്യവകുപ്പ് രംഗത്തെത്തിക്കഴിഞ്ഞു. മെഡിക്കൽ ഓഫീസർമാരൊഴികെ എല്ലാവർക്കും പരിശീലനം നൽകാനാണ് ഉത്തരവ്. ജീവനക്കാരുടെ മോശം പെരുമാറ്റവും സഹായ മനോഭാവവും ഇല്ലായ്മയും സംബന്ധിച്ച രോഗികളിൽ നിന്ന് കൂട്ടിരിപ്പുകാരിൽ നിന്നും നിരന്തരം പരാതി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. രോഗി പരിചരണം, രോഗത്തെക്കുറിച്ചും ആശുപത്രിയിലെ വിവരങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ആശയവിനിമയം, പൊതുജന സമ്പർക്കം, തൊഴിൽ ധാർമ്മികത, നല്ല പെരുമാറ്റം, പരാതി പരിഹാരം തുടങ്ങിയവയാണ് പഠിപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, വനിതാ ശിശു ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കാണ് പരിശീലനം നൽകുന്നത്. പാഠ്യപദ്ധതി രൂപീകരണം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നടത്താനും അപ്പെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്ററിലാണ് ചുമതല. ഓരോ മെഡിക്കൽ കോളേജിൽ നിന്നും 4 പേര് വീതമാണ് ഇവർ പരിശീലിപ്പിക്കുക. ശേഷം ഇവർ മെഡിക്കൽ കോളേജിലെ മറ്റ് ജീവനക്കാരെ പരിശീലിപ്പിക്കണം. ജില്ലാ ആശുപത്രി മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള ഇടങ്ങളിലെ ജീവനക്കാരിൽ തിരഞ്ഞെടുത്തവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന സ്ഥാപനമാണ് പരിശീലിപ്പിക്കുക. ഇവിടെ നിന്ന് പരിശീലനം കിട്ടിയ ജീവനക്കാർ ജില്ലാ തലത്തിലും സ്ഥാപനത്തിലും മറ്റു ജീവനക്കാർക്ക് പരിശീലനം നടത്തേണ്ടതാണ്. ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാത്ത രീതിയിൽ 10 പേരുൾപ്പെട്ട ബാച്ചുകളായ വേണം പരിശീലനം നടത്താൻ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും ഹെൽത്ത് സർവീസ് ഡയറക്ടറും മേൽനോട്ടം വഹിക്കണം. 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം പരിശീലനത്തിൽ പങ്കെടുക്കാത്ത സുരക്ഷാ ജീവനക്കാരെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ല. സ്ഥിരം ജീവനക്കാർ, കരാർ പുറത്തുനിന്ന് സുരക്ഷാ ഏജൻസികൾ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി എല്ലാ ജീവനക്കാരും പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം. പല ആശുപത്രികളിലും സുരക്ഷാ ജീവനക്കാരുടെ മോശം പെരുമാറ്റമാണ് തർക്കങ്ങളിലെത്താറുള്ളതെന്നും പരാതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക നിർദ്ദേശം നൽകുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.